ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കസിൻ്റെ മാരേജാണ്. മാരേജ് വരുന്നത് 30th അപ്പോൾ നമ്മൾ 29th അവിടെ മാരേജ് സ്ഥലത്ത്, അതായത് മാരേജ് നടക്കുന്ന വീട്ടിൽ പോവുകയാണ്. പിറ്റേ ദിവസം ദുബായിൽ ഒരു ഹാളിൽ വെച്ചിട്ടാണ് മാരേജ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി, മാരേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ലേറ്റായിട്ട് നമ്മൾ വേഗം പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം നമുക്ക് അവിടെ ചില്ല് ചെയ്യണം. പിന്നെ അതുപോലെ മറ്റുള്ളവർക്ക് നമ്മുടെ കാരണം ഇതാവരുതല്ലോ. അപ്പോൾ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല. നമ്മൾ ചില്ലിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം വരുന്നത് 5 to 11 മാരേജിന് ടൈം. അപ്പോൾ നമ്മൾ ആഫ്റ്റർനൂൺ നമ്മൾ ഹാളിലോട്ട് പോവുകയാണ്. ദുബായിലെ ഒരു ഹാളിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കസിൻ മാരേജ് ചെയ്യുന്നത് UP ഉത്തർപ്രദേശിലുള്ള ഒരു ഫാമിലിയാണ്. അവരിവിടെ ദുബായ് സെറ്റിലാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെയുണ്ട് കല്യാണം. അപ്പോൾ 3 കല്യാണമാണ് നടക്കുന്നത്. നമ്മുടെ കസിൻ്റെത്, പിന്നെ അവർക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, അപ്പോൾ അവളുടേത്, പിന്നെ അവരുടെ വുഡ് ബെഡ്ത്ത്. അപ്പോൾ അങ്ങനെ 3 പേരുടെ കല്യാണമാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോസൊക്കെ എടുത്തതാണ്. കാരണം ഇനിയിപ്പോൾ റഷും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വേഗം എടുത്തതാട്ടോ. അപ്പോൾ അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് ടൈമൊന്നും ആയിട്ടില്ല കേട്ടോ. ആഫ്റ്റർ നിക്കാഹ്, അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ എന്നാലും അവർ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസിന് മാത്രമുള്ള ഒരു ഹോളാട്ടോ, വേറൊരു ഹോൾ കേട്ടോ. അവിടേക്ക് ജെൻസ് വരും, പക്ഷെ അത് നിക്കാഹിന് ശേഷം വരും. അപ്പോൾ അവിടെ ഇവർ 2 പേരും ഈ ട്വിൻ സിസ്റ്റേഴ്സിനെ അവിടെ കൊടുന്ന് ഇരുത്തും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനൊക്കെ ഞാൻ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീഡിയോസ് എടുത്താട്ടോ. നമുക്ക് കോംപ്ലിമെൻ്ററി ജ്യൂസസൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ ചില്ല് ചെയ്തു. അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ പുതുപെണ്ണിൻ്റെ വീഡിയോ എടുത്തതാണ് ചെറുതായിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവരുടെ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുവരുന്നു, അങ്ങനെ അവരത് 2 പേരെയും കൊടുത്തിട്ടുണ്ട്. അവർ നമ്മുടെ കൾച്ചറിനേക്കാളും കുറച്ച് അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഒന്നും കൂടെ മുന്നിട്ട് നിൽക്കൂട്ടാ. അപ്പോൾ നമുക്ക് കാണാൻ തന്നെ ഭയങ്കര നല്ല നോക്കി നിൽക്കാൻ തന്നെ തോന്നും. പക്ഷേ ഇപ്രാവശ്യം അവർ എൻഗേജ്മെൻറ്റിന് നമുക്ക് അവരുടെ ഡ്രസ്സ് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്ലിറ്റർ ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഇത് കുറച്ചും കൂടെ നമ്മുടെയുമായിട്ട് റിലേറ്റുള്ള ഡ്രസ്സാണ്. നല്ലതായിരുന്നു കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. അവിടെ മൊത്തത്തിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാവരുടെയും കേട്ടോ. പിന്നെ കളർഫുള്ളാണ്, എല്ലാവരും കളർഫുള്ളായിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ നിക്കാഹാണ് നടക്കുന്നത്. അത് ഇതേപോലെ ജെൻസിനൊരു ഹോളുണ്ട്, എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. എല്ലാവരും മിക്സിങ് ആണ്, പക്ഷേ വന്ന ഒരു ടൈമിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ്സാണ്. അപ്പോൾ നിക്കാഹ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഗ്യാങ്ങൊക്കെ അവിടെ വന്നിരുന്നു. ഇതിപ്പോൾ എൻ്റെ കുട്ടി കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എടുത്തുന്ന വീഡിയോസാണ്. ഇതിനിടയിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നിക്കാഹ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നിക്കാഹിൻ്റെ വൈബിലാണ്. കാരണം ഒരു സ്റ്റേജിൽ നിന്ന് വേറെ സ്റ്റേജിലോട്ട് പോകണല്ലോ. എങ്ങനെയായാലും നമുക്കൊരു ഫീലിങ്സ്, വേറൊരു ഫീലിംഗ് ആണല്ലോ. അപ്പോൾ അതിങ്ങനെ എല്ലാവരും അതിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിക്കാഹൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം അവിടെ എല്ലാവർക്കും ഞങ്ങൾ മറ്റേ ഹോളിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് ഇങ്ങനെ തരുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിലോട്ട് നടക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോസ് എടുത്തില്ല. പിന്നെ നമുക്ക് ഭയങ്കര വിശപ്പായിരുന്നു. കാരണം കുറേ അതും ഇതും ചെറുതായിട്ട് കഴിക്കുന്നത് നമ്മൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡിൻ്റെ അടുത്ത് പോയിട്ട് ബൊഫേ ആയിരുന്നു. ഐറ്റംസ്, ദാലിൻ്റെ വെറൈറ്റി ഓഫ് എന്ന് കാണിക്കുക. അങ്ങനെ ഓരോരോ നമുക്കറിയാത്ത പേരുകളൊക്കെ ഇട്ടിട്ടുള്ള ഓരോ ദാൽസ് ഉണ്ട്. നമ്മളതൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം നമുക്കിവിടെ അത്യാവശ്യം വേറെ ടേസ്റ്റ് ചെയ്യാനുള്ള നമ്മളുടെ വൈബായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് കിട്ടാം. കാരണം നല്ല വിശപ്പുണ്ട്, എൻജോയ് ചെയ്യാൻ ടൈമില്ലാതെ പറഞ്ഞ പോലെ നല്ല വിശപ്പുണ്ട്. പിന്നെ എൻജോയ് ചെയ്തിട്ടും കൂടെ കഴിച്ചിട്ടാണ്. നല്ല ഫുഡും അടിപൊളിയായിരുന്നു. നല്ല സ്വീറ്റ്സും പായസം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അതൊക്കെ എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ചെറുതായിട്ട് പറ്റുന്ന പോലെയൊക്കെ വെറുതെ ഒരു മെമ്മറി, നമുക്കതൊരു രസമാണല്ലോ, നമുക്ക് പിന്നീട് കാണാൻ. അപ്പോൾ അങ്ങനെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽക്കും കൂടെ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ.
ഇത് ഒരു ബീഫിൻ്റെ കബാബാട്ടോ, ഷീഖ് കബാബ് എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമുക്ക് എക്സ്ട്രാ വേറെ ഒന്നും വേണ്ട. നമ്മളെല്ലാവർക്കും അതിങ്ങനെ ഓരോ പ്ലേറ്റ് കഴിയുന്തോറും അവരിങ്ങനെ അതിങ്ങനെ ഫില്ല് ചെയ്യായിരുന്നു. കാരണം അത്രയും ടേസ്റ്റായിരുന്നു. എല്ലാവരും അതിന് ഫുഡ് കഴിച്ചതിന് ശേഷം വെറുതെ ഇരുന്ന് കഴിക്കായിരുന്നു. അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ. ബീഫ് ഇഷ്ടപ്പെടാത്തവർ എനിക്കറിയില്ല, ഇഷ്ടപ്പെടാത്തവരും കഴിച്ചു പോകും. അതാണ് അതിൻ്റെ അത്ര ടേസ്റ്റ്. ബീഫിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങനെ ഒന്നുമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണി, മന്തി, അങ്ങനത്തെ റൈസ് ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. കാരണം വേറെ റൊട്ടി സംഭവങ്ങൾ, തന്തൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ അതിനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് സ്വീറ്റ്സും കൂടെ കഴിക്കണമല്ലോ. അപ്പം അങ്ങനെ ലാസ്റ്റ് സ്വീറ്റ്സും കൂടെ കഴിച്ചു, അവിടെ അവസാനിപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. കാരണം നമുക്ക് മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും കൂടെ എൻജോയ് ചെയ്യണമല്ലോ. ആ ചില്ലും കൂടെ അതിങ്ങനെ നമുക്ക് കിട്ടണമല്ലോ. കാരണം അതൊക്കെ ലൈഫിൽ ഒരു ടൈമിലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു, അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു, വൈബൊക്കെ ആസ്വദിച്ചു, അടിച്ചു പൊളിച്ചു, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.